ഇന്ന് ഒരു റോള് നെയ്മീൻ കിട്ടി. ഇത് നെയ്മീൻ്റെ കസിനാണെന്ന് തോന്നുന്നു. നെയ്മീൻ്റെ അത്ര ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഇല്ല, എന്നാൽ കേരേക്കാൾ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇതിൻ്റെ തലയെടുത്ത് കറി ഉണ്ടാക്കാമെന്ന് കരുതി. എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ജങ്ക് ഫുഡിന് പുറകെ പോകുന്ന കുട്ടികൾക്ക് പരമ്പരാഗത ഫുഡ് കൂടി പരിചയപ്പെടുത്തണമല്ലോ. അതിശയം എന്ന് പറയട്ടെ, എൻ്റെ കുട്ടികൾ ഇത് നന്നായിട്ട് കഴിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫിഷ് വെട്ടി ക്ലീൻ ആക്കി എടുക്കുക. അതിൽ കുറച്ച് പരിഞ്ഞിൽ കിട്ടി കേട്ടോ. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. തലക്കറി വെക്കാനായി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഞാൻ കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, അരച്ചല്ല എടുത്തേക്കുന്നത്. ഒരു തക്കാളി അരിഞ്ഞതും ഒരു 6-8 കുടംപുളി പീസ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റുന്ന ടൈമിൽ നമുക്ക് പരിഞ്ഞിലിനെ ഫ്രൈ ആക്കാം. ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിയും സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കായിട്ട് ആ എണ്ണയുള്ള ഭാഗത്ത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് ചെയ്താലും മതി. എന്നിട്ട് നല്ല തിളച്ച വെള്ളം, ഒരു 3/4 ലിറ്ററോളം വെള്ളം വേണം. കാരണം ഈ ഫുൾ ഫിഷും ഇതിനകത്ത് കിടന്നാണ് വേവേണ്ടത്. അതുകൊണ്ട് വെള്ളം ഇത്രയും കരുതണം. തലയുടെ ഭാഗം മുങ്ങിക്കിടന്ന് വേകണം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫിഷിൻ്റെ തലയിടുക. എന്നിട്ട് ആ ഗ്രേവി കോരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും ഇങ്ങനെ ഗ്രേവി കോരി മുകളിലേക്ക് ഒഴിക്കുക. കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കണം. വലിയ തലയായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും വെന്ത് വരെ. വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കുന്നതാണ് ബെസ്റ്റ്. ഇന്ന് വെച്ചിട്ട് നാളെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കപ്പയും പരിഞ്ഞിലും ഫിഷ് തലക്കറിയുമായി കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ലഞ്ച് ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഫ്രം ഫൗസിയ യൂസഫ്.